കുട്ടിയൊന്നും അല്ലല്ലോ മായേ. ഇതിന്റെ ഇടയിൽ എന്തോ ചതി നടന്നിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ആരോടും പറയാതെ ഭാനു പോയത്. അങ്ങനെയാണെങ്കിൽ ജയേഷിനോട് തന്നെ സംസാരിക്കണം സേതുവേട്ടാ. സേതുവേട്ടനൊന്ന് അതുവരെ പോയിട്ട് വന്ന കൊള്ളായിരുന്നു. എന്താ ജയേഷു പറയുന്നെന്ന് അറിയാലോ. എന്നാ പിന്നെ സേതുവേട്ടനൊന്ന് പോയിട്ട് വാ. ശരി മായ, ഞാൻ പോയിട്ട് വരാം. അല്ല സേതു, ദേവീത് നീ അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ പോവണ്ട. ഇല്ല വല്യമ്മേ, പിന്നെ നിറയടി ഇങ്ങോട്ട് കാണിച്ചാൽ ഞാൻ നോക്കിക്കത്തില്ല. എടാ എന്താ മായേ, നീ വേണ്ട സേതുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ആരെ ഉപദേശിക്കാൻ? സേതുവേട്ടനെയോ? അതൊന്നും ഒരിക്കലും നടക്കത്തില്ല മാമി. അല്ലെങ്കിൽ തന്നെ അല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരാളോടെങ്കിലും ആലോചിക്കാതെ ആ കാശ് കൊണ്ട് വീടിന് അഡ്വാൻസ് കൊടുക്കുമായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല മാമി, പറഞ്ഞാ ശരിയാവത്തില്ല. ഇപ്പൊ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഭാനുവിനെ എത്രയും വേഗം കണ്ടുകിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശ്വര, എന്റെ ദൈവങ്ങളെ, ഒന്നും സംഭവിക്കരുതേ. വിഘ്നേശ്വര, എന്റെ മോള് എവിടെയാണെങ്കിലും എന്റെ കൺമുന്നിൽ നീ എത്തിച്ചു തരണേ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത എന്നെ നീ ഇട്ട് പരീക്ഷിക്കരുത്. എന്താ ഗായത്രിയമ്മേ, കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ. തിരുമേനി, ഇന്നലെ മുതല് എന്റെ ഭാനുവിനെ കാണാനില്ല. ഈശ്വര, ഞാനിത് എന്തായി കേൾക്കുന്നേ? അതെ തിരുമേനി, എന്റെ മക്കളെല്ലാരും അന്വേഷിച്ചോണ്ടിരിക്കുക. എന്റെ ദുഃഖങ്ങൾ ഇവിടത്തെ ഭഗവാനോടല്ലാതെ ഞാൻ ആരോടാ പറയേണ്ടത്? ഗായത്രി അമ്മ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ഗായത്രി അമ്മയെ കൊണ്ടുവന്ന് പറ്റുന്ന വഴിപാടൊക്കെ ചെയ്തോളൂ. തിരികെ പോകുമ്പോ തന്നെ എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കില്ല. ശരി തിരുമേനി.
അളിയ ഇപ്രാവശ്യം കൂടിയല്ലേ എനിക്ക് ബാച്ചിലർ ട്രിപ്പിന് വരാൻ പറ്റുള്ളൂ. അടുത്ത വർഷമാകുമ്പോൾ മിക്കവാറും ഞാൻ 4 കാലിലായിരിക്കും. ആ അതൊക്കെ ഉണ്ട്. എല്ലാം സംഭവിച്ചു പോയി അളിയാ. മുറപ്പെണ്ണല്ലേ, കെട്ടിയേക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഇതെല്ലാം നടന്നിട്ട് പറയാം നടന്നു എന്ന്. ഓക്കേടാ, ശരി, ഞാൻ കുറച്ചിട്ട് വിളിക്കാം. ഞാനൊരു മൂവിക്ക് പോവാ, വല്ലാത്ത ബോറ്. ഓ ശരി. ജയേഷേ, ഏ? ഡാ ജയേഷേ, ഡാ, എണീക്ക്. നീ ഇവിടെ സൂചിച്ചിരിക്കണോ? ഡാ, കെട്ടാൻ പോകുന്ന പെണ്ണെ ഇന്നലെ വല്ല ഇവിടെ കാണുന്നില്ല. നീ ഇവിടെ സൂചിച്ചിരുന്നോ? പറയടാ, ഭാര്യ സേതുട്ട എനിക്ക് അറിയില്ല. പറയടാ റാസ്കൽ, നിനക്കറിയാം ഭാര്യ എവിടാന്ന്? സത്യമായിട്ട് എനിക്ക് അറിയില്ല സേതുട്ട. കള്ളം പറയുന്നോടാ. നീ ഒന്നും പറയണ്ട സേതുട്ട, എനിക്കറിയില്ല സേതുട്ട, ഞാൻ പറയുന്നേക്ക്. ഭാര്യനെ കാണാനില്ലെന്ന് അറിഞ്ഞിട്ട് നിനക്ക് ഒരു കുലുക്കമില്ലല്ലോ. നിനക്ക് അറിയത്തില്ല, കള്ളം പറയണം നീയും. ഞാൻ പറയുന്നേക്ക്. എനിക്കറിയില്ല. ഭാര്യനെ വിളിച്ചിരുന്നു. വിളിച്ചെന്ന് കരുതി അവൻ അറിയണമെന്നുണ്ടോ? എടാ സേതു, എന്താടാ ഇത്? ഒരു പെണ്ണിനെ കാണാനില്ലാന്നും വെച്ച് കുടുംബത്തിൽ കയറി തല്ലുണ്ടാക്കുന്നോ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലേ ഒരു പെണ്ണോ? നിങ്ങൾക്ക് ആരെ കാണാൻ പോയെന്ന് അറിയത്തില്ലല്ലേ? സേതു വേണ്ട പ്ലീസ്. അമ്മേ എടാ അവന് വീട് ഇവന്റെ അനിയനെ തന്നെ വിളിക്കാം. അവന്റെ മൂക്കി വിളിച്ചിട്ടോ? ഇപ്പൊ തന്നെ വിളിക്കാം. അവൻ വന്നിട്ട് തീരുമാനിക്കട്ടെ. നിന്നോട് നീ ഓടും ചെല്ലേ.